എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 31-ാം ദിവസം. ഓം നമ ശിവായ. ശിവയോഗി മാഹാത്മ്യം. മദനരിപു മഹിമകളിലും അമിതതരശീലരാം മാമുനീന്ദ്രന്മാരരുൾ ചെയ്തു പിന്നെയും സുഹൃത്തികളിൽ അതിശയവും അതിമതി വിശുദ്ധിയും സൂക്തിമാധുര്യവും ചൊല്ലു സൂതാ ഭവാൻ. ഇനിയുമിഹ കനിവിനോട് പദപദ മഹാമതേ ഇന്ദുചൂടൻ്റെ മഹത്വം മഹാത്ഭുതം ദുരിതഹരം അമിതതരം സമമഖിലഫലദം ശുഭം ദുർബോധനാശനം ശൈവം കഥാമൃതം പറയുകയും അതറിയുകയും അതനുഭവമതാകുകയും പാരമ്പരാധീനമെന്നാകിലും സഹേ കരളിലൊരു തെളിവുവരും അകലുമുടനാധിയും കാലാരികാരുണ്യപൂരമുണ്ടാകയാൽ മുനികളുടെ വചനമിതി കരുതി ഹൃതിസൂതനും മുക്തേന്ദു ചൂടനെ ധ്യാനിച്ചു ചൊല്ലിനാൻ. പരമശിവൻ അമരവരൻ അവനഹി വിഭൂഷണൻ പാകാരി നീലശിലാസന്നിഭകളൻ സകല ജനഹൃതി മരുവും അഖില ജഗതീശ്വരൻ സാരംഗ ഖഡ്ഗാംഗ ശൂലമാലാധരൻ അജിനധര ജനകവരൻ അവ്യയനാനന്ദമൂർത്തി മഹാദേവനീശ്വരൻ അവനുടെ ചരണയുഗ ഭജനമതി പാവനമാതങ്കനാശനം ഭക്തിമുക്തിപ്രദം. ഇനിയും ഒരു സരസതര ചരിതമുര ചെയ്തു ഞാൻ ഇന്ദുചൂടങ്കൽ പ്രഭക്തിയുണ്ടാക്കുവാൻ. മഹിതജനധന വിഭവ ശുഭമെഴുവും അവൻ ത്രിഭുവമണ്ഡലേ ജാതനായി മന്ദരാഖ്യൻ ദ്വിജൻ വിഷയ സുഖരഥനും അവൻ അധികതര സുന്ദരൻ വിത്തസമ്പത്തിനാൽ വിശ്വം ജയിച്ചവൻ. മദനശരപരവശത കലരും അവനീസുരൻ മാന്യമാരുടെ ചൊൽകീടമർന്നവൻ വിജനഭുവി യുവതികളെ വിരവോട് വിളിച്ചവൻ വിത്തങ്ങൾ കോരിക്കൊടുക്കുന്ന പുരുഷൻ. അവരുടെ തലമുടികൾ പടിവോട് വിടർത്തുടൻ ആസ്തയാ പുഷ്പങ്ങൾ ചൂടിച്ചു മെല്ലവേ അഴകിനോടു തടമുലകൾ ഉടലിലധിക ചേർത്തുകൊണ്ടാലിംഗനം ചെയ്തു കാലം കഴിപ്പവൻ. കളമൊഴികളുടെ നടുവിലതി സുരഭി കുങ്കുമം കസ്തൂരി ചന്ദനാലേപം ധരിച്ചുടൻ കളിവചന പുതുമകളും ഒരു മൊഴി വിലാസവും കണ്ടു മോഹിച്ചു രസിച്ചുമേ വീടിനാൻ. കുളി നിയമം ഒരു ദിനവും അവനുനഹി സർവദാ കുൽസിത സ്ത്രീഗ്രഹേ വാണുകൊണ്ടാനവൻ. സകല പല തരുണികളിൽ ഒരു തരുണി പിങ്കല സഞ്ജയാം വേശ്യയ്ക്കു വശ്യനായി ജളൻ അവളുടെ ഭവനമതി അതിൽ അനുദിനമിരുന്നവൻ അത്യന്തലാളനം ചെയ്തുമേവും വിധവും. ശിവനിരതനൊരു പുരുഷ നൃഷഭനിധി വിസ്തൃതൻ ശീഘ്രം ശിവയോഗി വന്നു വേശ്യാഗ്രഹേ പരിജനൊടു ധരണീസുര ജളനുമത വേശ്യയും പാദശൗചാദി സൽക്കാരങ്ങൾ ചെയ്തുടൻ പദകമലജലവും അവൾ മുടിയിലിട ചേർത്തുടൻ പാരാതപീഠം കൊടുത്തിരുത്തിയിടിനാൾ. മധുരരസവും അശനവും ഉപദംശവും ആകണ്ഡമായി ഭുജിപ്പിച്ചു യഥാസുഖം. തദനു മൃദുശയനതല ഉപധാനവും താമ്പൂലഭൂകചൂർണങ്ങളും നൽകിനാൻ. കുടിലമിഴിയുടെ മടിയിൽ മുടിയുമത വച്ചുടൻ കൂറുള്ള യോഗി ശയിച്ചു ജിതേന്ദ്രിയൻ. അവളുടെ വിനയുമത പരിചരണ ശുദ്ധിയും ആസ്തയും കണ്ടു തെളിഞ്ഞു യോഗീന്ദ്രനും. ഒരു രജനി മുഴുവനിഹ മരുവി ശിവയോഗി താൻ ഒട്ടു പുലർകാലെ അങ്ങ് പോയിടിനാൻ. മദനരസമധുരം രതി കലരും ഒരു സുന്ദരൻ മന്ദിരേ വേശ്യയുമായി അങ്ങുമേവിനാൻ. രജനി പകൽ ഫലവും ഇതി പരിചോടു കഴിഞ്ഞുടൻ രണ്ടുപേരും മരിച്ചിടിനാരേകഥ. സുമതിയുടെ കഥ. ധരണിസുരന് അഴകിനോടു നരപതി ദശാർണൻ്റെ ധർമ്മപത്നി തൻ്റെ ഗർഭേ പതിച്ചിതു. സുമതിരതി ഭുവനം അതിലതിസുഭഗ സജ്ഞയാം സുന്ദരീ ഗർഭം ധരിച്ചുമേ വീടിനാൾ. ഇരവു പകൽ അവളുടെ സുഹൃതമതു കാൺകയാൽ ഈർഷ്യയാമേവും സപത്നിമാരൊക്കവേ ചതി കരുതി വിരവിനോട് വിഷമുഷസ്തി നൽകിനാർ. ചത്തീര ദൈവകാരുണ്യാൽ കൃശോദരി പെരുകുമൊരു പരവശ പലതും അനുഭൂയാസ പെറ്റിതു പാരം പണിപ്പെട്ടു സുന്ദരി തനേനത ഗരളമത് പിരളുക നിമിത്തമായി താപേന പാരം മെലിഞ്ഞു തീർന്നിടിനാൻ. സുമതിയുടെ ഉടലിലിഹ സുതനുടെ വപസ്സിലും സൂക്ഷ്മവൃണങ്ങളും വന്നുകൂടി തഥാ മുലകുടിയും ഒരു തെളിവും ഒരു കളിവിലാസവും മുക്തനാം ബാലനോ നാസ്തിയായി വന്നിതു. മനുജവരനത് പൊഴുതു ബഹുവിധ ചികിത്സകന്മാരോട് ചോദിച്ചു വൈദ്യം തുടങ്ങിനാൻ. അതിനുമൊരു ശമനമിത് നഹി ദിവാനിശം അത്യന്തമേറുന്നു രണ്ടു പേർക്കും വ്രണം.
നിരതിശയ ദുരിതജയമുടയ സുമതിക്കഹോ നിദ്രാശന സ്നാനം ഒക്കവേ നാസ്തിയായി. ക്ഷിതിപതിയും അതുസമയം അതിവിവശനാകയാൽ ക്ഷീണനായി താനേ വിചാരം തുടങ്ങിനാൻ. ഇവളും ഇവളുടെ സുതനും അതിദുരിതരാശികൾ ഇങ്ങനെ ജാകാതെ ചത്തുഴന്നീടിനാർ. ചിലവുമിഹ മമ്മ പെരുതു ഫലവും അതിനില്ലഹോ ചിന്തിച്ചുറച്ചു ഞാനൊന്നു ചെയ്തിടുവൻ. ഇത് മനസ്സി കരുതിപത നരപതി സപത്നിമാർക്കിഷ്ടമാടുന്നവൻ ദുഷ്ടകർമ്മോദ്യതൻ. ഒരു ദിവസം അവനിപതി രഥമതു വരുത്തിനാൻ ഓമൽ കുമാരനെ തേരിൽ കരേറ്റിനാൻ. സുമതിയും അതികഠിനമതിരഥമേറ്റിനാൻ സൂതനെ കൂടിക്കരേറ്റി വിട്ടിടിനാൻ. തതനു ഘന വിപനമതിലവരെ യഥാ സൂതനം താഴത്തിറക്കി തിരിച്ചു പോന്നിടിനാൻ. വനഗഹനമതിലവളെ വിരവോട് വെടിഞ്ഞവൻ വജ്രബാഹോ നിർവൻ വജ്രതുല്യാശയൻ. വിപനഭുവി സുമതി പുനരതിഭയം എന്നുടൻ വീണും കിടന്നും നടന്നും പതേ പതേ. ഒരു ശരണവും അണയുവതിനൊരു ഗതി വരാകയാൽ ഒക്കത്തു പുത്രനെ താങ്ങിപ്പിടിച്ചവൾ. കലകൾ പല പുലികൾ ചില കലടികൾ മൃഗങ്ങളും കാട്ടാനസിംഹം വരാഹങ്ങളും വനെ. കലഹമോട് കഠിന മലമൂട്ടിലക്കാനനം തല്ലി തകർത്തു വരും വിധവും. കമലമുഖി സുമതിപത കിടുകിടെ വിറയ്ക്കയും കൈകൊണ്ടു മാറിൽ തൊഴിച്ചു കരകയും. കവികളുടെ കിലുകിലമയ ജലഭൂമി കേൾക്കയാൽ കണ്ണു രണ്ടും ഭയപ്പെട്ടു ചിമ്മിയിടിനാൾ. ഭുവനപതിഹരനെ നിജമനസ്സി കരുതിയിടിനാൾ ഭൂതവേതാളങ്ങൾ പാഞ്ഞെടുക്കും വിധവും. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.